ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങൾ. തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സന്ദേഹമുണ്ടാകും. ഇതെന്താകുന്നു? ഈ ഭൂമിയിൽ മനുഷ്യൻ ഇന്ന് ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. 8 ബില്യണിലധികം ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഒരാൾ പോലും ആക്സിഡൻ്റായിട്ട് ഈ ഭൂമിയിൽ വന്നതല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി ദൈവോദ്ദേശങ്ങളുടെ ഫലമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചവരാകുന്നു. എന്നാൽ അവർക്കാർക്കും നല്ല ഒരു പറ്റം ആളുകൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. ഉദ്ദേശങ്ങളിൽ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. അവരെല്ലാവരെയും വല്ലാതെ ഞെരുക്കുന്ന ചില നടുക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അനേകർ അവരോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്തവർ, ഭൂരിപക്ഷം ആളുകൾക്കും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കാരണം ആ ചോദ്യങ്ങളുടെ ഉത്തരം ബൈബിളിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. വേറെ എങ്ങും നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരം ലഭ്യമല്ല. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയുന്നു എങ്കിൽ ജീവിത വിജയം സുനിശ്ചിതം. ജീവിത വിജയം സുനിശ്ചിതം. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. പൂർത്തീകരിച്ചതിന് ശേഷം അനന്തഭാവികാല നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, 8 ബില്യണിലധികം ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരാരും ഉദ്ദേശമില്ലാതെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നവരല്ല. അവരെക്കുറിച്ചെല്ലാം ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ചിലർ മദ്യപാനികളായി പോകുന്നു, ചിലർ ഡ്രഗ് അഡിക്ട്സ് ആയി പോകുന്നു, ചിലർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയി പോകുന്നു, ചിലർ ഗ്യാങ്ങുകളുടെ തലവന്മാരായി മാറുന്നു, ഗുണ്ടകളായി മാറുന്നു, മറ്റു ചിലർ കൊള്ളക്കാരായി മാറുന്നു, മറ്റു ചിലർ വഞ്ചകരായിട്ട് മാറുന്നു, തട്ടിപ്പ് വെട്ടിപ്പ് അങ്ങനെ അവർ ജീവിക്കുന്നു. ഈ നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല അവർ. അവരെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവരിങ്ങനെ ഗുണ്ടാ തലവന്മാരായിട്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്തപ്പെടാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാകുന്നു അവരിന്ന് ഗുണ്ടാ തലവന്മാരായിരിക്കുന്നത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറയുവാൻ പോകുന്ന നടുക്കുന്ന ചോദ്യമൊന്നും ഞെട്ടിപ്പിക്കുന്ന ചോദ്യമൊന്നും ഞാൻ തലക്കെട്ട് കൊടുത്തു എങ്കിൽ പോലും അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. മറുപടിയില്ലാത്ത ചോദ്യമാകുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ, മറുപടി കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ ഉറപ്പ് സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും വരാൻ കഴിയും. ദൈവോദ്ദേശങ്ങളിലേക്ക് വരുവാൻ കഴിയും. നിങ്ങളെക്കുറിച്ചുള്ള ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. വളരെ വിജയകരമായിട്ട് ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചേരുവാൻ കഴിയും. ഓടുന്ന ഓട്ടം ലക്ഷ്യമുള്ള ഓട്ടമായിരിക്കും. ഓടുന്ന ഓട്ടം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരും. ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ആരാകുന്നു? ഹൂ ആം ഐ? ഞാൻ ആരാകുന്നു? അതാണ് ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും അവരോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആരാകുന്നു? ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു, അതിനുശേഷം വളരാൻ തുടങ്ങി, തിരിച്ചറിവിലേക്ക് വന്നു, ചുറ്റുമുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കുവാൻ തുടങ്ങുന്നു, എന്നെ അറിയുവാൻ തുടങ്ങുന്നു. അവിടെ മുതൽ ഉള്ള ഒരു അന്വേഷണമാണ്, ഞാൻ ആരാകുന്നു? ഹൂ ആം ഐ? നിങ്ങൾക്കിതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതിന് മറുപടി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് ഉറപ്പാകുന്നു. ഈ നിലയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മോശ. താൻ ആരായിരുന്നു എന്ന് തനിക്കറിയില്ല. ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോശ യഹോവയാകുന്ന ദൈവം തനിക്ക് പ്രത്യക്ഷനായ സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, അങ്ങയുടെ പേരെന്താകുന്നു? അങ്ങാരാകുന്നു?
ഞാൻ ആരാകുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്നാകുന്നു, അതിന് മറുപടി കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാകുന്നു മോശ ചോദിക്കുന്നത്, അങ്ങാരാകുന്നു? അതിന് മറുപടി കർത്താവ് പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്, അവിടുത്തെ പ്രകൃതത്തെക്കുറിച്ചും ദൈവത്തെ അറിയുന്നതിലൂടെയും നിനക്ക് നിന്നെ അറിയുവാൻ കഴിയും. ഹൂ ആം ഐ എന്ന ചോദ്യത്തിന്, ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്തുവാൻ കഴിയും. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്കും അവർക്കും ഈ സംഘർഷമുണ്ടായിരുന്നു. അവരും ഈ സംഘർഷത്തെ നേരിട്ടിരുന്നത് കൊണ്ടാണ് അവർ കർത്താവിനോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരേണം എന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അതിന് യേശു എന്താണ് മറുപടി പറയുന്നത്? ഇതൊരു അന്വേഷണമാണ്. ഞാൻ ആരാകുന്നു എന്ന ചോദ്യം, അത് ആ ചോദ്യത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണിത്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾക്ക് മതി. അതിന് യേശു എന്താ മറുപടി പറയുന്നത്? ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ നിനക്ക് നിന്നെ അറിയുവാൻ കഴിയും, നീ ആരാകുന്നു എന്ന് അറിയുവാൻ കഴിയും. ആ അറിവിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഹൂ ആം ഐ എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത്. ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള ബന്ധത്തിലൂടെയാണ്. അത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഗലാത്യലേഖനം 4:6, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. എനിക്ക് എൻ്റെ ചോദ്യത്തിന് മറുപടി ലഭിക്കുകയാണ്, അത്ഭുതകരമായി മറുപടി ലഭിക്കുകയാണ്. ഞാൻ ആരാകുന്നു? ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ, ആ സ്വപുത്രൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, ആ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പാണ് നിൻ്റെ സ്പിരിച്വൽ DNA. നിൻ്റെ സ്പിരിച്വൽ DNA, സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു. ഹൂ ആം ഐ? മറുപടി ലഭിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു. അവിടെ നിന്ന് ആ മറുപടിക്ക് വിശദീകരണങ്ങളുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു എങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശിയാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ ജീവനെ വഹിക്കുന്നവനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധിയെ വഹിക്കുന്നവനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഗ്ലോറിയെ വഹിക്കുന്നവനാകുന്നു. ഹൂ ആം ഐ എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു. ആ മറുപടി വിശദമായി വിശദീകരിക്കുവാൻ കഴിയും. ഹൂ ആം ഐ? യേശുക്രിസ്തുവിലൂടെയാണ് മറുപടി ലഭിക്കുന്നത്. ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ മറുപടി ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ ലക്ഷ്യമില്ലാത്ത ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ, ബൈബിളിലൂടെ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. നിങ്ങളെ ആകമാനം ഇളക്കി മറിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഞാൻ എവിടെ നിന്നു വന്നു? വേർ ആം ഐ ഫ്രം? വേർ ആം ഐ ഫ്രം? ഞാൻ എവിടെ നിന്നു വന്നു? ആ ചോദ്യത്തിനും മറുപടി ഈ ഭൂമിയിൽ മറ്റൊരിടത്തും ലഭിക്കുകയില്ല. നിൻ്റെ ഈ ഭൂമിയിലെ എക്സിസ്റ്റൻസിന് വേർ ആം ഐ ഫ്രം? ഞാൻ എവിടെ നിന്നാണ് വന്നത്? അതിന് മറുപടി ബൈബിളിൽ നിന്നും മാത്രമേ ലഭിക്കുകയുള്ളൂ. നീ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആകുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ മനുഷ്യ സൃഷ്ടിയുടെ ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ദൈവമേ ഭൂമിയെ സൃഷ്ടിക്കുന്നത്, ഇവിടെ ചില പുനഃക്രമീകരണങ്ങൾ വരുത്തുന്നത്, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയാകുന്ന ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വാ, ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട നീ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാകുന്നു. ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാകുന്നതിനാൽ നീ ദൈവത്തിൽ നിന്നാകുന്നു വന്നത്. നിലത്തെ പൊടി കൊണ്ട് യഹോവയാകുന്ന ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. നീ ദൈവത്തിൽ നിന്ന് വന്നവനാകുന്നു. നീ ദൈവത്തിൻ്റെ അംശമുള്ളവനാകുന്നു, ദൈവാംശമുള്ളവനാകുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നതിനാൽ വേർ ആം ഐ ഫ്രം, ഞാൻ എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമാകുന്ന മറുപടി ലഭിക്കുന്നു. ഈ ഭൂമിയിലുള്ളത് എല്ലാറ്റിനെയും ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാറ്റിനെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ശക്തിയുള്ളതിനെ സൃഷ്ടിക്കുമ്പോൾ ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണോ ദൈവം അതിനെ സൃഷ്ടിക്കുന്നത്? വളരെ മനോഹരമാകുന്ന പുഷ്പങ്ങളെ, മനോഹരതയുള്ള എല്ലാറ്റിനെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ മനോഹരതയാണോ? മനോഹരതയെ പ്രകടിപ്പിക്കുക എന്നതാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? വളരെ ജ്ഞാനിയാകുന്നൊരു മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവനിലുള്ള ജ്ഞാനത്തെ പ്രകടിപ്പിക്കുക എന്നതാണോ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്? അല്ലല്ല. ഇതെല്ലാം ഈ കളറെന്ന് പറയുന്നതും സൗന്ദര്യമെന്ന് പറയുന്നതും ജ്ഞാനമെന്ന് പറയുന്നതും ശക്തി എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ്. ആ പുഷ്പത്തിൻ്റെ മേലുള്ള മണം അല്ലെങ്കിൽ കളർ, അതിനാൽ ആകർഷിക്കപ്പെട്ട് ഒരു തേനീച്ച അവിടേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണമാണ്. ആ പുഷ്പത്തിൻ്റെ മനോഹരത, അതിനെ നമുക്ക് ആസ്വദിക്കാം. ആ മനോഹരതയേക്കാൾ ഉപരിയായിട്ട് ആ മനോഹരതയുടെ ഉദ്ദേശം എന്താകുന്നു? ദൈവത്തിൻ്റെ പർപ്പസുകൾ നടപ്പിലാക്കുക. നിങ്ങൾ ചില കഴിവുകളുള്ള വ്യക്തിയാകുന്നു, ചില പ്രത്യേകമാകുന്ന കഴിവുകളുള്ള വ്യക്തിയാകുന്നു. ആ കഴിവുകൾ നിങ്ങളിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പർപ്പസുകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചില കഴിവുകൾ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കുവാനും നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി സന്തോഷമായിട്ട് ജീവിക്കുക എന്നത് അല്ല. അതിനപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ പർപ്പസുകൾ അതിലൂടെ പൂർത്തീകരിക്കപ്പെടണം. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ലാത്തതിനാൽ എവിടെ നിന്ന് വന്നു എന്നവർക്കറിയില്ല. ദൈവത്തിൽ നിന്ന് വന്നു എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണത്തിനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എന്നുള്ള വെളിപ്പാട് ലഭിക്കും. ആ വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതം ആയാസരഹിതമായി തീരും. അയച്ചവൻ, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ആ അയക്കപ്പെട്ട ആ സ്ഥലവുമായിട്ട് എനിക്ക് ബന്ധമുള്ളതിനാൽ എന്നെ അയച്ച വ്യക്തി എന്നെ ഈ ഭൂമിയിൽ അവിടുത്തെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി സഹായിക്കുമെന്നുള്ള തിരിച്ചറിവ് ലഭിക്കും. ആ തിരിച്ചറിവ് ലഭിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത വ്യാകുലത, ആകുലത, ഭയം ഇതെല്ലാം വിട്ടുപോയിട്ട് ജീവിതം ക്വാളിറ്റിയുള്ളതായിത്തീരും, ഗുണമേന്മയുള്ളതായിത്തീരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, വേർ ആം ഐ ഫ്രം, ഞാൻ എവിടെ നിന്നാകുന്നു? ആ ചോദ്യത്തിന് നമുക്ക് ആരിൽ നിന്നാണ് മറുപടി ലഭിക്കുന്നത്? നമുക്ക് മറുപടി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്, വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ നിന്നാണ് നമുക്കതിന് മറുപടി ലഭിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ടിൽ ഞെട്ടിപ്പിക്കുന്ന ചോദ്യം എന്നാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വൈ ആം ഐ ഹിയർ, ഞാൻ എന്തിനാണ് ഇന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? വൈ ആം ഐ ഹിയർ, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നത് എന്തിനാണ്? ഇതാണ് ഏറ്റവും മനുഷ്യരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം. അവർക്കറിയത്തില്ല. അവർ വിചാരിക്കുന്നത് വലിയ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി, വീട് പണിയാൻ വേണ്ടി, സുഖം അനുഭവിക്കാൻ വേണ്ടി, ഭാര്യയെ നോക്കാൻ വേണ്ടി, പിള്ളേരുടെ പഠിത്തം ശരിയാക്കാൻ വേണ്ടി. ഇതെല്ലാം ഇതിനകത്തുണ്ട്, ഇതെല്ലാം നടപ്പിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ നീ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ പ്രതിനിധിയാകുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നീ വന്നിരിക്കുകയാണ്. കുറേ കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. സ്ഥാനാപതികൾ, ആ വാക്ക്
ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ambassadors for Christ. നീ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? Why am I here? 3-ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. Why am I here? നീ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? You are an ambassador for Christ. നീ ഒരു രാജ്യത്തിൻ്റെ അംബാസിഡറാണ്. ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ അംബാസിഡറായിട്ടാണ് നീ ഭൂമിയിലായിരിക്കുന്നത്. ഇന്ത്യയിൽ അമേരിക്കൻ എംബസി ഉണ്ട്. അമേരിക്കൻ എംബസിയുടെ അംബാസിഡറുണ്ട്. അല്ലെങ്കിൽ സ്വീഡൻ അംബാസിഡറുണ്ട്. സ്വീഡിഷ് എംബസി ഇന്ത്യയിലുണ്ട്. UK എംബസി ഇന്ത്യയിലുണ്ട്. ആ എംബസിയിൽ ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ അംബാസിഡേഴ്സ് ഉണ്ട്. ആ അംബാസിഡേഴ്സ് ഇവിടെ ആയിരിക്കുന്നത്, ഇന്ത്യയിലായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവരുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അവരുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഈ രാജ്യത്തിരുന്നു കൊണ്ട് നടപ്പിലാക്കുവാൻ വേണ്ടി, അവരുടെ സിറ്റിസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് അവർ ഇന്ത്യയിലായിരിക്കുന്നത്. ഒരു ലളിതമാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ നന്നാക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം. അവരുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഈ ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു. പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നീ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? Why am I here? എന്തിനാണ് നീ ഈ ഭൂമിയിലായിരിക്കുന്നത്? നീ ദൈവത്തിൻ്റെ അംബാസിഡറാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട അധികാരമുള്ള വ്യക്തിയാണ്. അമേരിക്കൻ അംബാസിഡറെ ഇന്ത്യയിലെ പോലീസുകാർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇന്ത്യയിലെ പട്ടാളക്കാർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അദ്ദേഹം ഇന്ത്യയിലായിരിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള നിയമങ്ങൾ അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹം അമേരിക്കൻ നിയമത്തിൻ്റെ കീഴിലാകുന്നു, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാകുന്നു. അദ്ദേഹം ഇന്ത്യയിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ബാധകമായിരിക്കുന്ന നിയമം അമേരിക്കൻ നിയമമാണ്. അതേപോലെ തന്നെ നീ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ സംവിധാനങ്ങളോ ലോകത്തിൻ്റെ നിയമങ്ങളോ ഇതൊന്നും നിനക്ക് ബാധകമല്ല. നീ ദൈവത്തിൻ്റെ അംബാസിഡറാണ്. ദൈവത്തിൻ്റെ അംബാസിഡറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ നിയമമാണ് നിന്നിൽ ആക്റ്റീവായി പ്രവർത്തിക്കുവാൻ പോകുന്നത്. നീ ദൈവിക നിയമത്തിൻ്റെ കീഴിലാകുന്നു. ഈ ലോകത്തിലുള്ളതൊന്നും നിനക്ക് ബാധകമല്ല. നീ ദൈവത്തിൻ്റെ അംബാസിഡറായി ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. Why am I here? ഞാൻ എന്തിന് ഈ ഭൂമിയിലായിരിക്കുന്നു? അതിൻ്റെ ഉത്തരമാണ്, ഞാൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ട്, ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലായിരിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് താമസിക്കാൻ വീടുണ്ട്, ഇതെല്ലാം നടക്കും. പക്ഷേ എൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട്. നീ ചിലപ്പോൾ ബിസിനസ്സുകാരനായിരിക്കും, ആ ബിസിനസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട്. നീ ഒരു പൊളിറ്റീഷ്യനായിരിക്കും, നീ ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട്. നീ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നീ ആ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട്. അംബാസിഡർ ഫോർ ക്രൈസ്റ്റ്, അതാകുന്നു നീ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. വൈ ആം ഐ ഹിയർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിനക്ക് ലഭിക്കുന്നു. ആമേൻ. നാലാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ആമേൻ. ഈ ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഇതിനെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ചോദ്യം എന്ന് വിളിച്ചെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ക്യാൻ ഐ ഡു? ഞാൻ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ എന്തു ചെയ്യുവാൻ കഴിയും? വളരെ ശ്രദ്ധിക്കണം. ഇത് ശരിയായി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരിൽ അസാധാരണമാകുന്ന പൊട്ടൻഷ്യലുണ്ട്. എന്നാൽ പലരും 90 വയസ്സ് വരെ ജീവിച്ചു, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ചു. ചിലരൊക്കെ ഏർലി പ്രീമച്വർ ഡെത്താണ്, 40-ാം വയസ്സിൽ പോകുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പൊട്ടൻഷ്യലിൻ്റെ 10% പോലും അവർക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. 10% പോട്ട് 5% പോലും അവർക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയോ ജീവിച്ച് തീർത്ത് ഈ ലോകത്തിൽ നിന്ന് അവർ മാറ്റപ്പെടുകയാണ്. ദൈവം അയച്ച ഉദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. ഭൂരിപക്ഷം ആളുകളും അതേപോലെയാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. വാട്ട് ക്യാൻ ഐ ഡു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് നിനക്ക് മറുപടി ലഭിക്കേണ്ടത് ആവശ്യമാണ്. നീ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് എന്തു ചെയ്യുവാൻ കഴിയും?
നിനക്ക് എന്തു ചെയ്യുവാൻ കഴിയും? ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാരുണ്യ എൻജിനീയറിംഗ് കോളേജിൽ കടന്നു പോവുകയുണ്ടായി. ഡോക്ടർ DGS ദിനകരൻ അവറുകൾ സ്ഥാപിച്ച ആ അത്ഭുതകരമാകുന്ന ക്യാമ്പസിൽ ഞാനായിരുന്നപ്പോൾ, എൻ്റെ മോൾ അവിടെയാണ് എൻജിനീയറിങ്ങിന് പഠിച്ചത്. ഞാൻ അവിടെ ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അഭിഷക്തൻ ഡോക്ടർ DGS ദിനകരൻ അങ്കിൾ അവറുകളെ ഈ ഭൂമിയിൽ അങ്ങയച്ചു. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ശുശ്രൂഷയിൽ ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഉപയോഗിച്ചു. എന്നാൽ അതുമാത്രമല്ല, ഒരു വലിയ സംഭാവന, ഒരു വലിയ കോൺട്രിബ്യൂഷൻ, ആ എൻജിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷൻ. ഞാൻ എൻ്റെ മകളെ അവിടെ ചേർത്ത സന്ദർഭത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് പാട്ട് പാടിയാണ് അവർ അന്നത്തെ ആ പ്രധാനപ്പെട്ട മീറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കർത്താവെ, ഇങ്ങനെയൊരു ക്യാമ്പസിൽ എൻ്റെ മകളെ അയക്കുവാൻ വേണ്ടി കർത്താവ് അതിന് വേണ്ടി അതൊരുക്കുവാൻ ഒരു ദൈവദാസനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. വാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേപോലെ നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകളുണ്ട്. നിങ്ങളുടെ ആ പൊട്ടൻഷ്യലിനെ നിങ്ങൾ പുറത്തെടുത്ത് ഉപയോഗിക്കണം. അതെനിക്ക് വിശദീകരിക്കുവാൻ ഒത്തിരി ഉദാഹരണങ്ങൾ പറയുവാൻ കഴിയും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പലരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അയ്യോ എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയല്ലോ, നരകതുല്യമായി പോയല്ലോ, ഒന്നും എനിക്ക് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള വിചാരങ്ങളിലാണ്. നോ, ഈ തിരിച്ചറിവുകളിലേക്ക് വന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നിനക്ക് ലഭിക്കുകയാണെങ്കിൽ ഹൂ ആം ഐ എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. വേർ ആം ഐ ഫ്രം ആ ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം, വൈ ആം ഐ ഹിയർ, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? ആൻഡ് വാട്ട് ക്യാൻ ഐ ഡു, എനിക്ക് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുവാൻ കഴിയും? ആദ്യത്തെ 3 ചോദ്യങ്ങൾക്ക് നിനക്ക് കൃത്യമായി മറുപടി ലഭിക്കുകയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിൽ നീ വിജയിയായി തീരാൻ പോകുകയാണ്. ഏറ്റവും അവസാനം 5ാമത്തെ ചോദ്യം, വേർ ആം ഐ ഗോയിങ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്? എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യത്തിന് മറുപടി നിനക്ക് ലഭിക്കുകയാണ് എങ്കിൽ 5ാമത്തെ ചോദ്യത്തിന് നിനക്ക് മറുപടി ലഭിക്കും. വേർ ആം ഐ ഗോയിങ്, ഞാൻ എവിടേക്കാകുന്നു പോകുന്നത്? ആ ചോദ്യത്തിന് നിനക്ക് മറുപടി ലഭിക്കും. എവിടേക്കാണ് നീ പോകുന്നത്? നിനക്ക് 1ാമത്തെ ചോദ്യത്തിന് മറുപടി ലഭിച്ച് അത് മുഖാന്തരമായി യേശുക്രിസ്തുവുമായി നിനക്കൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നീ പോകുന്നത് ദൈവത്തിലേക്കാണ്. ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പാതയാണ് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. എന്നാൽ പലർക്കും ഈ ചോദ്യങ്ങൾക്ക്, ആരംഭ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ട് ലോകത്തിൽ അവർ മൃഗങ്ങളെ പോലെ ജീവിച്ചതിന് ശേഷമായിട്ട് അവസാനം അവർ നിത്യനാശത്തിലേക്ക് പോകുകയാണ്, നിത്യനരകത്തിലേക്ക് പോകുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുവരെയും ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. വെയർ ആം ഐ ഗോയിങ്, ഈ ജീവിതത്തിന് ശേഷം എവിടേക്ക് ഞാൻ പോകുന്നു എന്നത് കൃത്യതയോടുകൂടെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ, ഞാൻ ദൈവത്തിലേക്കാണ് പോകുന്നത്, ഞാൻ യേശുക്രിസ്തുവിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്, ഞാൻ നിത്യ സന്തോഷത്തിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്, സ്വർഗത്തിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്, ആത്മലോകത്തിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത് എന്നുള്ള ആ സത്യം നിനക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ തക്കവണ്ണമായിട്ട് ഇപ്പോൾ തന്നെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശു നിൻ്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ നിനക്ക് ആ അനന്തഭാവികാല നിത്യതയിൽ യേശുവിനോടുകൂടി ആയിരിക്കുവാൻ കഴിയുകയുള്ളൂ. വേർ ആം ഐ ഗോയിങ്, ഞാൻ എവിടേക്കാ പോകുന്നത്? ഈ ചോദ്യത്തിന് ഭൂരിപക്ഷം ആളുകൾക്കും മറുപടിയില്ല. ഈ ജീവിതത്തിന് ശേഷം എന്ത്? മറുപടിയില്ല. എന്നാൽ യേശുവിനെ കണ്ടെത്തിയവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുവാൻ കഴിയും. ഞാൻ പോകുന്നത് കർത്താവാകുന്ന യേശുവിനോട് കൂടെ അവിടുത്തെ സന്നിധിയിലേക്കാകുന്നു. ആമേൻ. അനന്തമാകുന്ന ആ അനുഗ്രഹത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുവാൻ പോകുന്നത് എന്നുള്ള വ്യക്തമാകുന്ന മറുപടി കൊടുക്കുവാൻ കഴിയും. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. ഈ സമയത്ത് തന്നെ യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുക. ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. ആമേൻ. ഞാൻ എവിടെ നിന്ന് വന്നു എന്നതിന് മറുപടി ലഭിക്കട്ടെ. ആ ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. ആമേൻ. ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്, ഈ ഭൂമിയിലായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. ഞാൻ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കട്ടെ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ ഹൃദയവാതിലുകൾ തുറന്ന് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ശേഷിക്കുന്ന ആയുസ് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഈ ലളിതമാകുന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ 5 ചോദ്യത്തിനും മറുപടി നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്നു.
നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ ഗുണമേന്മയുള്ളതായി തീരും. മാത്രവുമല്ല, ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു സ്വർഗീയ സ്പർശനത്തെ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിലേക്ക് ശ്രദ്ധ തിരിച്ച് ആ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. ആ രോഗക്കിടക്കകൾ യേശുവിൻ നാമത്തിൽ മാറ്റിവിരിക്കുവാൻ തക്കവണ്ണമായിട്ടൊരു രോഗസൗഖ്യം ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കിടക്ക രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ മറാക്കി വാസി മർത്തൻ അല്ല മഹർത്തിക ലഗുർബാസിക ജോന രേഖനി ലഘുസകതനി യദറകബി അൻതുറബിക ലാഖിതു വറകസിനിൽക്കര. ആക്സിഡന്റ് മൂലം കേടുവന്നിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ ചെവി തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. ടിനിറ്റസ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. മരണകരമാകുന്ന രോഗങ്ങൾ വിട്ടുപോകട്ടെ. രോഗികളെ അങ്ങ് തൊട്ടു സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. സാമ്പത്തിക കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി വിടുവിക്കണം. വഴികളെ തുറന്നു കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ. യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കണം. വീസാകൾ സ്റ്റാമ്പ്ഡ് ആകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വളരെ വിനയപുരസ്സരം അർപ്പിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെയിരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.